നമ്മൾ മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് 10ാം ക്ലാസ് പാഠഭാഗം. സോഷ്യൽ സ്റ്റഡീസിലെ ജിയോഗ്രഫിയിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മറ്റു രണ്ടെണ്ണം നമ്മൾ നേരത്തെ കഴിഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് തുടങ്ങുന്നത് തന്നെ ഒരു കുറിപ്പാണ്. ഇന്നലെയാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും നരന്മ്യാറിൽ ഞാൻ എത്തിച്ചേർന്നത്. പേച്ചോര നദിയുടെ തീരത്തുള്ള ഈ പട്ടണത്തിൽ എന്നെ പോലുള്ള ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരാറുണ്ട്. ഇവിടെ നിന്നും സൈബീരിയൻ ടുണ്ട്ര പ്രദേശങ്ങളിലേക്ക് കാൽനടയായി സഞ്ചരിച്ച് അവിടുത്തെ സവിശേഷതകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടുന്ന പര്യവേക്ഷണ സംഘത്തിന്റെ ലക്ഷ്യം. വർഷം മുഴുവൻ അതിശൈത്യം അനുഭവപ്പെടുന്നതും മഞ്ഞു മൂടിക്കിടക്കുന്നതുമായ ഈ പ്രദേശം കോങ്കോയിലെ കസായി പ്രവിശ്യയിൽ നിന്നുള്ള എനിക്ക് അത്ഭുതങ്ങളുടെ ലോകമാണ് തുറന്നു വെച്ചത് കേട്ടോ. ഇപ്പൊ ഈ കുറിപ്പ് എഴുതിയാണെന്ന് വെച്ചാൽ കോങ്കോക്കാരന് ഇപ്പൊ ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള അല്ലേ, ആഫ്രിക്ക. അപ്പൊ പുള്ളിക്ക് മഞ്ഞു മൂടി കിടക്കുന്നതൊക്കെ അത്ഭുതമാണ്. താരതമ്യേന ഏറ്റവും അധികം സൗരോർജം ലഭിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശത്ത് ജീവിക്കുന്ന എന്നെ പോലുള്ള ഒരാൾക്ക് ധ്രുവപ്രദേശത്തോടടുത്ത് ഒരു പ്രദേശത്ത് എത്തിച്ചേരുമ്പോഴും അവിടെയുള്ള കാഴ്ചകൾ കാണുമ്പോഴുമുള്ള അതിശയം എത്രയാണെന്ന് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. ഇരു പ്രദേശങ്ങളും തമ്മിലുള്ള സസ്യജന്തുജാലങ്ങളിലെ വൈവിധ്യം തന്നെ ഒരുപാടുണ്ടല്ലേ. ജീവിത രീതികളിലെ വ്യത്യാസം ഒരുപാടുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടറിയേണ്ട ഒന്നാണ്. ടുണ്ട്ര പ്രദേശങ്ങളിൽ താരതമ്യേന ഉയർന്ന താപനില അനുഭവപ്പെടുന്ന ജൂലൈ മാസത്തിൽ പോലും ശരാശരി താപനില 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്. ശൈത്യകാല താപനില -50 ഡിഗ്രി വരെ താഴാറുണ്ട്. വർഷം മുഴുവൻ ഉയർന്ന താപനില അനുഭവപ്പെടുന്ന എൻ്റെ നാടിനെ കുറിച്ച് ഞാൻ ഓർത്തുപോയി. കട്ടിയുള്ള രോമക്കുപ്പായവും രോമത്തൊപ്പിയും ധരിച്ച് ഞങ്ങൾ ടുണ്ട്ര പര്യവേഷണത്തിന് തയ്യാറായി. മത്സ്യം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പെൽമെനി എന്ന തനത് വിഭവമായിരുന്നു പ്രാതലിനൊപ്പം ഞങ്ങൾ കഴിച്ചത്. കോങ്കോയിലെ മിക്കവാറും എല്ലാ വിഭവങ്ങൾക്കൊപ്പവും മരച്ചീനി ഉണ്ടാകും. വാഴയിലയിൽ വിളമ്പുന്ന വേവിച്ച മരച്ചീനിയായ ക്വാങ്ക, മരച്ചീനി മാവ് കൊണ്ടുണ്ടാക്കുന്ന ഫുഫു, മരച്ചീനിയില വേവിച്ചുണ്ടാക്കുന്ന വിഭവമായ സോംബെ എന്നിവയാണ് പ്രധാന മരച്ചീനി വിഭവങ്ങൾ. എൻ്റെ നാട്ടിലെ ഭക്ഷണരീതിയുമായി ഇവിടുത്തെ ഭക്ഷണരീതിയെ താരതമ്യം ചെയ്തപ്പോൾ അവയിലെ വൈവിധ്യം എന്നിൽ ഏറെ കൗതുകമുണർത്തി. അപ്പോൾ ടുണ്ട്ര മേഖലയിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പോളാർ ബിയർ, നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ മാംസഭോജികളാണ് പോളാർ ബെയർസ്. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന രാജ്യത്തിലെ കസായി പ്രൊവിൻസിൽ നിന്നുള്ള ഒരു സഞ്ചാരി തന്റെ ടണ്ട്ര പര്യവേഷണത്തെക്കുറിച്ച് തയ്യാറാക്കിയ വിവരണത്തിന്റെ ഭാഗമായി ഇപ്പം നമ്മൾ വായിച്ചത്. ഭൂമിയിലെ വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെട്ട ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ മറ്റൊരു കാലാവസ്ഥാ മേഖലയായ ടണ്ട്രയിൽ എത്തിച്ചേർന്നപ്പോൾ തന്റെ ചുറ്റുപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി അനുഭവക്കുറിപ്പിൽ രേഖപ്പെടുത്തി. ഒരു അറ്റ്ലസിന്റെ സഹായത്തോടെ കോങ്കോ എന്ന പ്രദേശത്തിന്റെ സ്ഥാനവും നരന്മ്യാർ എന്ന പട്ടണത്തിന്റെ സ്ഥാനവും കണ്ടെത്തി അവ ഏതേത് കാലാവസ്ഥാ മേഖലകളിൽ ഉൾപ്പെടുന്നുവെന്ന് തിരിച്ചറിയൂ. അപ്പോൾ കോങ്കോ നമ്മൾ പറഞ്ഞിരുന്നല്ലേ, ഭൂമധ്യരേഖാ പ്രദേശം. അപ്പോൾ എന്താണ്, നല്ല ചൂട് കൂടിയ ഒരു സ്ഥലമാണ്. അതേസമയം ഈ നരന്മ്യാർ എന്ന് പറയുന്ന പട്ടണവും അവിടെ ടുണ്ട്ര റീജിയൺ ആണ് അല്ലെ. അവിടെ ഇപ്പൊ തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പോ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകളെ പറ്റി നമുക്കിനി ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോ ഈ നമ്മുടെ ഈ കോങ്കോയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ കോങ്കോ സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ്? ആഫ്രിക്കയല്ലേ? ആഫ്രിക്കയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങള് മധ്യ ആഫ്രിക്കയുണ്ട് അല്ലെ, പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യ, പിന്നെ ഏതാണ്, ബ്രസീലിന്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്,
ഓക്കെ. അപ്പോൾ വടക്കേ അമേരിക്ക ഉണ്ടല്ലേ, വടക്കേ അമേരിക്ക ഇല്ല, അതിന്റെ ടെയിൽ ഭാഗം അല്ലേ. തെക്കേ അമേരിക്ക ഉണ്ട്, ആഫ്രിക്കയുണ്ട്, പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യ. അപ്പോൾ ഈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? ആമസോൺ തടം വരുന്നുണ്ട്, പിന്നെ മധ്യ ആഫ്രിക്ക വരുന്നുണ്ട്, കോങ്കോ തടം വരും, പിന്നെന്താ തെക്ക് കിഴക്കൻ ഏഷ്യൻ ദ്വീപുകൾ അല്ലെ. ആ ദ്വീപ് സമൂഹം ഇന്തോനേഷ്യ ഒക്കെ വരുന്ന ദ്വീപ് സമൂഹമാണ് അല്ലേ. അപ്പോ ഏത് താപീയ മേഖലയിലാണ് ഈ കാലാവസ്ഥാ മേഖല സ്ഥിതി ചെയ്യുന്നത്? ഉഷ്ണമേഖലയില, ട്രോപ്പിക്കൽ സോണില. നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു അല്ലെ. അതായത് 23.5 വടക്ക് അക്ഷാംശവും 23.5 തെക്ക് അക്ഷാംശത്തിന്റെ ഇടയിലാണ് ഈ മേഖല കാണുന്നത്. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക തുടങ്ങിയ വൻകരകളിലെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? തെക്കേ അമേരിക്കയിലെ ബ്രസീൽ ഉണ്ടല്ലേ, ബ്രസീൽ വരുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ആമസോൺ തടമൊക്കെ പറഞ്ഞേ. ബ്രസീല്, കൊളംബിയ, പിന്നെ ഇക്വഡോർ കേട്ടോ, ഇക്വഡോർ. പിന്നെ ആഫ്രിക്കയിൽ ഏതൊക്കെയാ വരുന്നേ? ഈ കോങ്കോ, ആദ്യമേ തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ വരുന്നുണ്ട്, പിന്നെ ഗ്യാബോൺ, നൈജീരിയ കേട്ടോ, ഇതൊക്കെ ആ സോണിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ ഏഷ്യയിലെ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞാൽ ഇന്തോനേഷ്യ, മലേഷ്യ, പിന്നെ ഫിലിപ്പീൻസ്, ഇതെല്ലാം ഈ ട്രോപ്പിക്കൽ സോണിൽ വരുന്നതാ. ഓക്കെ. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച് നമുക്ക് സാമാന്യ ധാരണ ലഭിച്ചു. അപ്പോൾ ഇനി നമുക്ക് അനുഭവപ്പെടുന്ന കാലാവസ്ഥയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരേപോലെയാണ് എന്നതാണ് ഭൂമധ്യരേഖ കാലാവസ്ഥയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. ഭൂമധ്യരേഖ പ്രദേശത്ത് കാലികമായും ദൈനികമായും താപനിലയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകാറില്ല. മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും ഏതാണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാറില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സവിശേഷമായ കാലാവസ്ഥ ഇവിടെ അനുഭവപ്പെടുന്നതെന്ന് അറിയാമോ? ഭൂമധ്യരേഖാ പ്രദേശത്ത് വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായാണ് പതിക്കുന്നത് അല്ലെ. അപ്പോൾ ഉയർന്ന അളവിൽ അവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശം വർഷം മുഴുവൻ ഉയർന്ന താപനിലയ്ക്ക് കാരണമാകുന്നു. തന്മൂലം ഈ പ്രദേശത്ത് ശൈത്യം പൊതുവെ അനുഭവപ്പെടാറില്ല. പ്രഭാതത്തിൽ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നതെങ്കിലും ക്രമേണ താപനില വൻതോതിൽ ഉയരുന്നു. ഇത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണത്തിനും ഉച്ച കഴിഞ്ഞുള്ള കനത്ത സംവഹന മഴയ്ക്കും കാരണമാകുന്നു. താപനില ഉയരുന്ന ഈ വെള്ളം നീരാവിയായി മുകളിൽ കെട്ടി മേഘമായിട്ട് മാറി മഴ പെയ്യും അല്ലേ. അപ്പൊ സംവഹന മഴയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാ. നമ്മുടെ കേരളത്തിൽ സംവഹന മഴ അനുഭവപ്പെടാറുണ്ടോ എന്ന് ചോദിച്ചേക്കുക. ഉണ്ടല്ലേ, വേനൽ മഴ ഏപ്രിൽ മെയ് മാസത്ത് ലഭിക്കുന്നതാണ് കേരളത്തില്. ഓക്കെ. അപ്പൊ സംവഹന മഴ എന്തുവായിരുന്നു? ഉയർന്ന താപനില കാരണം ഭൂമിയുടെ ഉപരിതലത്തിലെ ജലം നീരാവിയായി മാറുന്നു. പിന്നെന്തുവാ, ഈർപ്പമുള്ള ഈ ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുന്നു. ഉയരുമ്പോൾ എന്തോ സംഭവിക്കും? ഈ വായു തണുത്ത് ഘനീഭവിച്ച് മേഘമായി മാറുന്നു. അതിനുശേഷം മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നു. ഉച്ച കഴിഞ്ഞാണ് സാധാരണയായിട്ട് ഈ മഴ ലഭിക്കുന്നത്. അപ്പൊ വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഏകദേശം 175 സെന്റിമീറ്റർ മുതൽ 250 സെന്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ വാർഷിക മഴ. ഉയർന്ന താപനില, ഉയർന്ന ബാഷ്പീകരണ തോത് എന്നിവയാണ് ഭൂമധ്യരേഖ പ്രദേശങ്ങളിലെ കനത്ത മഴയ്ക്ക് കാരണം. സംവഹന വൃഷ്ടി കൂടാതെ ചിലയിടങ്ങളിൽ ശൈലവൃഷ്ടിയും ലഭിക്കാറുണ്ട്. ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് ശൈലവൃഷ്ടി ലഭിക്കുന്നത്. അതായത് ഒന്നുമില്ല, പർവ്വതങ്ങളുമായിട്ട് എന്തോ
ഈ പർവ്വതത്തിന്റെ ആ ഭാഗത്തുണ്ടാവുന്ന അതെ മഴയല്ലേ അതെ അതെ ശൈലവൃഷ്ടി? അതായത് ഇപ്പം നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് ഉള്ളത് കൊണ്ടാണ് കേരളത്തിൽ മഴ പെയ്യുന്നത്. തമിഴ്നാട്ടിലോട്ട് അപ്പുറത്തോട്ട് കടന്നു പോകത്തില്ലല്ലോ. ആ അപ്പുറം മഴയില്ലാത്ത ഭാഗം നമ്മൾ മഴനിഴൽ പ്രദേശം എന്ന് പറയും. നമ്മുടെ ഭാഗത്ത് ശൈലവൃഷ്ടിയും കിട്ടും. അതായത് ഓക്കെ. നീരാവി കൊണ്ട് നിറഞ്ഞ മഴക്കാറ്റ് പർവ്വതത്തിന് അഭിമുഖമായിട്ട് വീശുമ്പോൾ ഈ പർവ്വതം അപ്പുറത്തോട്ട് കടക്കാതെ ഇതിനെ തടഞ്ഞു നിർത്തും. അങ്ങനെ അവിടെ കണ്ടൻസേഷൻ നടന്ന് പെയ്യുന്ന മഴയാണ്. ഓക്കെ, ആ സർ. ശരി ശരി. അപ്പോ നമ്മുടെ ഇന്തോനേഷ്യയിലും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിൽ ഇതുപോലെ ശൈലവൃഷ്ടി ലഭിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നിർവാത മേഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇടവിട്ടുള്ള നേരിയ ചക്രവാത വൃഷ്ടിക്കും ചിലപ്പോൾ കാരണമാകാറുണ്ട്. അപ്പോൾ എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഇവിടെ മൺസൂൺ കാലാവസ്ഥയിലേത് പോലെയോ സാവന്ന പ്രദേശങ്ങളിലുള്ള പോലെയോ ഒരു പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെടാറില്ല. സാവന്ന ഓർമ്മയില്ലേ, പുൽമേടുകള്. അപ്പോ നിർവാത മേഖല, ഡോൾഡ്രംസ് കേട്ടോ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാ. വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൗരോർജം ലഭിക്കുന്നത് മൂലം ഭൂമധ്യരേഖയ്ക്ക് ഉടനീളം താപജന്യമായ ഒരു ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നു. അപ്പൊ ഇവിടെ വായുവിന്റെ തിരശ്ചീന സഞ്ചാരം സാധ്യമാകുന്നില്ല. നിർവാത മേഖല എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. എന്താണ്? തിരശ്ചീനമായിട്ടല്ല, നേരെ മുകളിലോട്ട് അങ്ങ് പോവുക, അല്ലയോ? അപ്പോ ഇരു അർദ്ധഗോളങ്ങളിലും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാദങ്ങൾ, ട്രേഡ് വിൻസിന്റെ സംയോജന മേഖല കൂടിയാണ് എന്ത്, ഈ നിർവാത മേഖല അഥവാ ഡോൾഡ്രംസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ചിലപ്പോൾ ഒരു ചോദിച്ചെന്ന് വരാം. ഇരു അർദ്ധഗോളങ്ങളിലും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വീശുന്ന വാണിജ്യവാദങ്ങളുടെ സംയോജന മേഖല ഏത്? നിർവാത മേഖലയാണ്, ഡോൾഡ്രംസ് ആണ്. അവള് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമായ കിളിമഞ്ചാരോ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്ന കൊടുമുടിയാണ്. കാരണം എന്താ? ഉയരം കൂടി പോകുന്നോണ്ടല്ലേ. അവിടെ ഉയർന്ന ആർദ്രത, തണുപ്പ് അല്ലേ. പർവ്വത പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് കൂട്ടുകാരെ തണുപ്പ്? പ്രഷർ കുറയുന്നുണ്ട്. പിന്നെന്താണ്? ഉയരം കൂടുന്തോറും അല്ലേ ടെമ്പറേച്ചറും കുറയുമല്ലോ, കുറയും. അതുകൊണ്ടാ. അപ്പോ ഉയർന്ന ആർദ്രത, തീവ്രമായ സൂര്യപ്രകാശം, അത്യുഷ്ണം എന്നിവ കാരണം പകൽ സമയത്ത് ഭൂമധ്യരേഖാ കാലാവസ്ഥയിൽ അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണുള്ളത് കേട്ടോ. ഭയങ്കര ചൂടാ. അപ്പൊ എന്നാൽ തീരപ്രദേശങ്ങളിൽ കടൽക്കാറ്റിന്റെ സ്വാധീനം അത്യുഷ്ണത്തിന് ആശ്വാസമേകുന്നു. കാരണം എന്താ? കടൽക്കാറ്റ് വരും, അല്ലയോ. അപ്പോ ഇത് തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജനവാസം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്യുക. നമ്മുടെ കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥ എന്നാ പറയുന്നത് അല്ലേ. ഭൂമധ്യരേഖാ കാലാവസ്ഥ നമ്മളിപ്പോ പറഞ്ഞത് തന്നെ. അപ്പോ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമുക്ക് അത്രയും ചൂടൊന്നുമില്ല, നമുക്ക് മിതമായിട്ടുള്ള ഇതേ ഉള്ളൂ. തീരപ്രദേശം നമുക്കുള്ളതുകൊണ്ട് അല്ലെ, തീരങ്ങൾ ഉള്ളതുകൊണ്ട് ഇടവിട്ട് ഇങ്ങനെ കാറ്റ് ഇങ്ങോട്ട് നമ്മുടെ കരയിലോട്ട് കയറുന്നുണ്ട് രാവിലെ സമയത്ത്. പക്ഷെ നമ്മൾ ഈ ഭൂമധ്യരേഖാ പ്രദേശം പറഞ്ഞപ്പോഴോ അസഹനീയമായ അന്തരീക്ഷ സ്ഥിതിയാണ് അല്ലെ, ഭയങ്കരമായ ചൂടാ. അപ്പോ വർഷം മുഴുവൻ ലഭിക്കുന്ന ശക്തമായ മഴയും ഉയർന്ന താപനിലയുമാണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ പ്രധാന സവിശേഷത. ഈ പ്രദേശത്തെ ഉയർന്ന താപനിലയും ശക്തമായ മഴയും സസ്യജാലങ്ങളുടെ സമൃദ്ധമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. ആഗോള പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ നിർണായക പ്രാധാന്യമുള്ള ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ നൈസർഗിക സസ്യജാലങ്ങളുടെ വൈവിധ്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. അപ്പൊ നൈസർഗിക സസ്യജാലങ്ങൾ എന്തുവാ? നൈസർഗിക സസ്യജാലങ്ങള് നാച്ചുറൽ ആയിട്ട് ഒരു സ്ഥലത്തുള്ളത്, അങ്ങനെയുള്ളതല്ല. അതെ 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 നാച്ചുറൽ വെജിറ്റേഷൻ, ആ ഒരു സ്ഥലത്ത് കാണപ്പെടുന്ന സസ്യജാലങ്ങള്, വെജിറ്റേഷൻ. അപ്പോ തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം, ആമസോൺ കാടുകളുടെ കാര്യം അറിയാമല്ലോ അല്ലെ, ഭൂമിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നതാ. അപ്പോ തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം
മധ്യ പശ്ചിമ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലായ് ഉപദ്വീപ്, ന്യൂഗിനിയ എന്നിവിടങ്ങളിലായി ഈ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നു. കോങ്കോ തടത്തിലെ മഴക്കാട്. പിന്നെന്താണ്? ആമസോൺ തടത്തിലെ നൈൽ നദിയാ പോകുന്നത് അവിടെ. ഇത് കോങ്കോ റിവർ. അപ്പോൾ ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകളെ സെൽവാസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ, സെൽവാസ്. ഈ കാലാവസ്ഥാ മേഖലയിൽ വിത്തുകൾ മുളയ്ക്കുന്നതിനോ പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഇല പൊഴിക്കുന്നതിനോ സസ്യങ്ങൾക്ക് ഒരു പ്രത്യേക കാലമില്ല. വർഷം മുഴുവൻ ഈ പ്രക്രിയകളാൽ ഇവിടുത്തെ കാടുകൾ സജീവമാണ്. അതുകൊണ്ട് തന്നെ ഇവ നിത്യഹരിതമായി കാണപ്പെടുന്നു. ഈ മഴക്കാടുകളെ ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങളെന്നും വിളിക്കാറുണ്ട്. ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങളുടെ പ്രധാന സവിശേഷതകൾ അപ്പോൾ എന്തൊക്കെയാ? എവണി, മഹാഗണി, സിൻഹോണ, റോസ്വുഡ് എന്നിങ്ങനെയുള്ള വൻ മരങ്ങള്, ധാരാളം വ്യത്യസ്തങ്ങളായ നിത്യഹരിത വൃക്ഷങ്ങൾ ഈ വനങ്ങളെ കാണപ്പെടുന്നുണ്ട്. വൻമരങ്ങളെ കൂടാതെ ചെറുപനകൾ, ലിയാനാസ് പോലുള്ള വള്ളിച്ചെടികൾ കേട്ടോ, വള്ളിച്ചെടികളാ ലിയാനാസ്. പിന്നെ മരവാഴകൾ പോലുള്ള എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യങ്ങള്, പിന്നെ പരാത സസ്യങ്ങൾ, ഓർക്കിഡുകൾ കേട്ടോ, ഒരുപാട് പരാത സസ്യങ്ങള്, പന്നൽ ചെടികള്, ഫേണ്, പിന്നെ ലാലങ് പോലുള്ള പുൽവർഗ സസ്യങ്ങൾ കേട്ടോ, പുൽവർഗ സസ്യങ്ങൾ എന്നിവ ഇടതൂർന്ന് വളരുന്നുണ്ട് ഇവിടെ. ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യവർഗം ഒരുമിച്ച് കാണപ്പെടുന്നു എന്നതാണ് ഈ മഴക്കാടുകളുടെ മറ്റൊരു പ്രത്യേകത. മലേഷ്യൻ മഴക്കാടുകളിൽ ഒരേക്കറിൽ 200-ലധികം സസ്യവർഗങ്ങൾ വരെ കാണപ്പെടുന്നു എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. സൂര്യപ്രകാശ ലഭ്യത അനുസരിച്ച് സസ്യങ്ങളിൽ ഉയരവ്യത്യാസം കാണപ്പെടുന്നു. വൃക്ഷങ്ങളുടെ ഉയരവ്യത്യാസം അനുസരിച്ച് അവയുടെ വൃക്ഷത്തലപ്പുകൾ പല തട്ടുകളായുള്ള മേലാപ്പുകൾ സൃഷ്ടിക്കുന്നു. അപ്പോ വലിയ അളവിൽ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഈ നിത്യഹരിത മഴക്കാടുകൾ ലോകത്തിന്റെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഭൂമധ്യരേഖ മഴക്കാടുകളിൽ പലയിടത്തും സ്ഥാനമാറ്റ കൃഷിക്കായി വനം വെട്ടിത്തെളിക്കാറുണ്ട്. ഇത്തരം പ്രദേശങ്ങൾ കൃഷിക്ക് ശേഷം പിന്നീട് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവിടങ്ങളിൽ മറ്റൊരു വനം രൂപമെടുക്കാൻ തുടങ്ങുന്നു. ഇത്തരത്തിൽ വളരുന്ന ദ്വിതീയ വനങ്ങളെ മലേഷ്യയിൽ ബെലുഗാർ എന്ന് അറിയപ്പെടുന്നു കേട്ടോ, ബെലുഗാർ. തീരപ്രദേശങ്ങളിലും ഉപ്പുരസമുള്ള ചതുപ്പ് നിലങ്ങളിലും കണ്ടൽക്കാടുകളും കാണപ്പെടാറുണ്ട്. നമുക്കും ഉണ്ട് നല്ല കണ്ടൽക്കാടുകൾ അല്ലേ? എവിടാണ് നമ്മുടെ കണ്ടൽക്കാട് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലെ? അതെ, സുന്ദർബൻ ഡെൽറ്റ. അവിടെ കാണുന്ന ഒരു ടൈഗർ ഉണ്ടല്ലോ, ബംഗാൾ ടൈഗർ. ഓക്കെ, അപ്പോ നമ്മുടെ ഇത്തരം പ്രദേശങ്ങൾ കൃഷിക്ക് ശേഷം പിന്നീട് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവിടങ്ങളിൽ മറ്റൊരു വനം രൂപപ്പെടാൻ തുടങ്ങുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം. പിന്നെന്തുവാ പറഞ്ഞേ? തീരപ്രദേശങ്ങളിലും ഉപ്പുരസമുള്ള ചതുപ്പ് നിലങ്ങളിലും കണ്ടൽക്കാടുകളും കാണപ്പെടാറുണ്ട്. ശരി. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ സസ്യജാലങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? നമ്മളിപ്പോ പറഞ്ഞല്ലേ, നല്ല പച്ചപ്പ, പിന്നെന്തുവാ തട്ടുതട്ടായിട്ട് ഉയരം അനുസരിച്ച് അല്ലേ ഇലകളുടെ വിന്യാസം വരും. ഓക്കെ, അപ്പം സസ്യങ്ങൾ മാത്രമല്ല ജന്തുവൈവിധ്യത്തിലും സമ്പന്നമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. മിക്കവാറും ജീവികൾ മരങ്ങളിലാണ് ജീവിക്കുന്നത്. ഇത്തരത്തിൽ മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെ ആർബോറിയൽ ജീവികൾ എന്നാ വിളിക്കുന്നത് കേട്ടോ, ആർബോറിയൽ ജീവികൾ, മരത്തിൽ ജീവിക്കുന്ന ജീവികളെ. അപ്പൊ നിബിഡമായ ഈ മഴക്കാടിന്റെ ഉള്ളിലേക്ക് മതിയായ സൂര്യപ്രകാശം എത്തിച്ചേരാത്തതിനാൽ അടിക്കാട് വളരുന്നില്ല. അതിനാൽ നിലത്ത് ജീവിക്കുന്ന സസ്യഭോജികളായ മൃഗങ്ങൾ പൊതുവെ ഇവിടെ ഇല്ല കേട്ടോ. അടിക്കാട് കാണത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. കാരണം ഈ ഭയങ്കര മരമായതുകൊണ്ട് പുല്ല് ഒന്നും അങ്ങനെ തറയിൽ കിളിക്കുന്നില്ല അവിടെ. ഈ നിബിഡമായ ഈ മഴക്കാടിന്റെ ഉള്ളിലേക്ക് മതിയായ സൂര്യപ്രകാശം എത്തിച്ചേരാത്തതിനാൽ അടിക്കാട് വളരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലത്ത് ജീവിക്കുന്ന സസ്യഭോജികളായ മൃഗങ്ങൾ പൊതുവെ ഇവിടെ കാണപ്പെടാറില്ല, ഉണ്ടെങ്കിൽ തന്നെ കുറവായിരിക്കും. അപ്പൊ അവയെ ഭക്ഷണമാക്കി ജീവിക്കുന്ന മാംസഭോജികളും അതുകൊണ്ട് ഇവിടെ കുറവാണ്. അപ്പോ ലീമറുകൾ, നമ്മുടെ മഡഗാസ്കർ എന്ന് പറഞ്ഞ ഒരു അനിമേഷൻ സിനിമയിലൊക്കെ ഉള്ളയാ ഈ ലീമർ. അതിന് 2 കാലം ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ നിൽക്കും, വാലിങ്ങനെ ട്രൈപോഡ് പോലെ
സ്റ്റാൻഡ് പോലെ ആക്കിയിട്ട് ഈ ലീമർ. ഓക്കെ. അപ്പൊ ഈ ലീമർ, അപ്പൊ ഈ ഏരിയയിൽ കാണപ്പെടുന്ന ജന്തു വിഭാഗങ്ങളാണ് കേട്ടോ ലീമറുകള്, പിന്നെന്തോ ആൾക്കുരങ്ങുകള്, ഒറാങ്ങൂട്ടാന്, മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഉരകങ്ങൾ, റെപ്റ്റൈൽസ്, പിന്നെന്തോ നീർക്കുതിര, പിന്നെ ചീങ്കണ്ണി. അപ്പോൾ അതുപോലത്തെ വ്യത്യസ്ത ഇനം ജന്തുജാലങ്ങളും തത്ത, ടൂക്കാൻസ്, വേഴാമ്പൽ എന്നിങ്ങനെ ധാരാളം പക്ഷിവർഗ്ഗങ്ങളും ഈ മേഖലയിൽ കാണപ്പെടുന്നു. ഈ തത്തകളൊക്കെ, ഈ മക്കാവ്, ഇതൊക്കെ ബ്രസീലിലെ സാധാരണ പക്ഷികളാ. നമ്മുടെ ഇവിടെ പെറ്റ്സ് ആയിട്ട് വലിയ എക്സോട്ടിക് പെറ്റ്സ് ആയിട്ട് കൊണ്ടുവരുന്നത്. അവിടെ ചുമ്മാ കാട്ടിൽ ഇഷ്ടം പോലുള്ള സാധനം ഇത്. അപ്പോ മനുഷ്യ ജീവിതത്തെ കുറിച്ച് ഇനി നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പം നമ്മൾ ജന്തു വൈവിധ്യം പറഞ്ഞു, സസ്യങ്ങളുടെ വൈവിധ്യം പറഞ്ഞു, മനുഷ്യ ജീവിതത്തെ കുറിച്ച് കൂടി ഇനി ചർച്ച ചെയ്യാം. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ ഭൗതിക സാഹചര്യങ്ങൾ മൂലം പൊതുവെ ഈ മേഖലയിൽ ജനവാസം കുറവാണ്. പക്ഷെ ആഫ്രിക്കയിലെ പിഗ്മികള്, പിഗ്മി വർഗം എന്ന് പറഞ്ഞ ഉയരം കുറഞ്ഞ മനുഷ്യരാണ് കേട്ടോ പിഗ്മികള്. ആഫ്രിക്കയിലെ പിഗ്മികള് ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗക്കാര് കേട്ടോ. ആമസോൺ തടത്തിലെ ഇന്ത്യൻ ഗോത്ര വിഭാഗം, പിന്നെ മലേഷ്യയിലെ ഒറാങ് അസ്ലി ഗോത്ര വിഭാഗക്കാര്, ഒറാങ് അസ്ലി ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് ഈ മേഖലയിലെ പ്രധാന തദ്ദേശവാസികൾ. അപ്പൊ പിഗ്മികളെ കുറിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കോങ്കോ തടം ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തദ്ദേശീയരാണ് ആര്? ഈ പിഗ്മികള്. താരതമ്യേന ഉയരം കുറഞ്ഞവരാണ് ഈ കൂട്ടർ. പിഗ്മികൾ പരമ്പരാഗതമായി വേട്ടയാടുന്നവരാണ്. ഉപജീവനത്തിനായി വനത്തെ വളരെയധികം ഇവർ ആശ്രയിക്കുന്നുണ്ട്. പഴങ്ങള്, പരിപ്പ്, തേൻ, മറ്റ് വനവിഭവങ്ങൾ എന്നിവയും ഭക്ഷണത്തിനായി ശേഖരിക്കാറുണ്ട്. മാംസം, മത്സ്യം, വേരുകൾ, പഴങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഇവരുടെ ഭക്ഷണക്രമം. നാടോടി ജീവിതശൈലിയാണ് കേട്ടോ. ഇലകൾ, മരച്ചില്ലകൾ തുടങ്ങിയ വനവസ്തുക്കളാൽ നിർമ്മിച്ച ചെറിയ താൽക്കാലിക കുടിലുകളിലാണ് ഇവര് താമസിക്കുന്നത്. താൽക്കാലികമോ, കാരണം ഇവര് നാടോടികളാണല്ലോ. അപ്പൊ പിഗ്മികള് കൂട്ടമായിട്ടാണ് താമസിക്കുന്നത് കേട്ടോ. പിഗ്മികള് അപ്പൊ തീരുമാനങ്ങൾ എടുക്കുന്നതും കൂട്ടമായിട്ട് തന്നെയാണ്. അപ്പോ പിഗ്മികള് കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നതും കൂട്ടായിട്ടാണ്. പരമ്പരാഗതമായ തനത് ആചാരങ്ങൾ പാലിക്കുന്നവരാണ് ഈ പിഗ്മികള്. അപ്പൊ പരിസ്ഥിതിയെ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പല വിശ്വാസങ്ങളും നിലകൊള്ളുന്നത്. തനത് സംഗീതം, നൃത്തം, താളവാദ്യങ്ങൾ എന്നിവ ഇവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മുഖ്യമായും വനങ്ങളിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാർ മൃഗങ്ങളെ വേട്ടയാടിയും വനങ്ങളിൽ നിന്നും കായ്കനികൾ ശേഖരിച്ചും മത്സ്യബന്ധനം നടത്തിയും ജീവിതം പുലർത്തുന്നു. ഇവിടെ നിലനിൽക്കുന്ന പരമ്പരാഗത കൃഷിരീതിയാണ് എന്ത്? ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു, സ്ഥാനമാറ്റ കൃഷി അല്ലെങ്കിൽ വെട്ടിച്ചുട്ട് കൃഷി. നമ്മുടെ ഇന്ത്യയിലും ഉണ്ടല്ലേ. കാട് വെട്ടിത്തെളിച്ചും ചുട്ടെരിച്ചും കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്യുന്നു. പ്രദേശത്തിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്നത് വരെ കൃഷി തുടരുന്നു. അതിനുശേഷം ആ പ്രദേശം ഉപേക്ഷിച്ച് മറ്റൊരു പ്രദേശത്തിലേക്ക് പോകുന്നു. ഇതേ രീതിയിൽ കൃഷി തുടരുകയും ചെയ്യുന്നു. അപ്പോൾ മരച്ചീനി, ചേന, ചോളം, വാഴ, നിലക്കടല എന്നിവയാണ് പ്രധാന വിളകൾ. യൂറോപ്യന്മാരുടെ വരവോടുകൂടി ഈ മേഖലയിൽ വ്യാപകമായി തോട്ടവിള കൃഷി ആരംഭിച്ചു. ഇവിടത്തെ കാലാവസ്ഥാ സവിശേഷത വ്യാവസായിക പ്രാധാന്യമുള്ള പല വിളകൾക്കും അനുകൂലമാണ്. അപ്പോൾ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിളകളിൽ ഒന്നാണ് റബ്ബർ. ലോകത്തിൽ റബ്ബർ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവ. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു തോട്ടവിളയാണ് കൊക്കോ. ഇവിടെ കൃഷി ചെയ്യുന്ന മറ്റ് പ്രധാന വിളകളാണ് ഏത്? എണ്ണപ്പന, തെങ്ങ്, കരിമ്പ്, തേയില, കാപ്പി, വാഴ, കൈതച്ചക്ക എന്നിവ. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ തദ്ദേശീയരിൽ ഭൂരിഭാഗവും നാടോടികളാണ്. പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് മിക്ക വീടുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഉണ്ടോ? ചെളിയും മണ്ണും പിന്നെന്താ പുല്ലും മുളയും ഒക്കെ ഉപയോഗിച്ച ഈ വീടുകൾ. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ പുരാതന ഗോത്ര വിഭാഗക്കാരും നാടോടികളും കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ച ഓലമേഞ്ഞ വീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരും മാത്രമാണുള്ളതെന്ന് കരുതരുത്. മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ധാരാളം ആധുനിക നഗരങ്ങളും ഇവിടെ ഉണ്ട്.
ബൊഗോട്ട, സിംഗപ്പൂർ, ജക്കാർത്ത, ഇക്വിറ്റാസ്, കിറ്റോ, ആമസോൺ തടത്തിലെ മനൌസ്, ബെലെ തുടങ്ങിയ നഗരങ്ങൾ ചില ഉദാഹരണങ്ങളാണ്. ചിട്ടയായ ആസൂത്രണത്തിലൂടെയും കഠിന പ്രയത്നത്തിലൂടെയും വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് മലേഷ്യയും സിംഗപ്പൂരും കിഴക്കൻ ബ്രസീലും. അപ്പോൾ ആമസോൺ മേഖലയിലെയും മലേഷ്യൻ ഭൂമധ്യ രേഖാപ്രദേശങ്ങളിലെയും പാർപ്പിടങ്ങളെ കുറിച്ചും കൂടെ ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആമസോൺ തടത്തില് ആളുകൾ താമസിക്കുന്ന മലോക എന്ന പ്രത്യേക തരം വീടുകളിലാണ് കേട്ടോ. മലോക. ഈ വീടുകൾ കുത്തനെ ചരിഞ്ഞ മേൽക്കൂരയോട് കൂടിയത് ആണ്. ഓലമേഞ്ഞ മേൽക്കൂരയുള്ള വീടുകൾ ഇവിടെ കാണപ്പെടുന്നു. മലേഷ്യയിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളെ കമ്പോങ്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കമ്പോങ്സ്. ഇവിടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് തടികൾ കൊണ്ടാണ്. മരം, മുള, ഇലകൾ എന്നിവ പാർപ്പിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിനാൽ വീടിനുള്ളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടാറില്ല. അപ്പോൾ വനസമ്പത്ത് കൊണ്ടും അനേകം നദികളാലും ജലലഭ്യതയാലും പ്രകൃതി സൗന്ദര്യത്താലും ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല ഏറെ അനുഗ്രഹീതമാണെങ്കിലും പല വിധത്തിലുള്ള ധാരാളം വെല്ലുവിളികളും നേരിടുന്നുണ്ട്. അപ്പോ ഏതൊക്കെയാണ് ഈ വെല്ലുവിളികൾ? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥ സസ്യങ്ങളുടെ വളർച്ചയെ ഏറെ പിന്തുണയ്ക്കുന്നുവെന്ന് നമുക്കറിയാം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ ചൂടും ഈർപ്പമുള്ള കാലാവസ്ഥാ സസ്യങ്ങളുടെ വളർച്ചയെ ഏറെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഈ കാലാവസ്ഥ കീടങ്ങളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്കും വ്യാപനത്തിനും കൂടി കാരണമാകുന്നുണ്ട്. അണുക്കളും ബാക്ടീരിയകളും ഈർപ്പമുള്ള വായുവിലൂടെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ മേഖലയിൽ വൻതോതിലുള്ള രോഗവ്യാപനത്തിനും കാരണമാകുന്നു. അപ്പോൾ നമ്മൾ സ്ലീപ്പിംഗ് സിക്നസിനെ കുറിച്ച് കേട്ടുണ്ട്. അപ്പോൾ ഭൂമധ്യരേഖ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് എന്ത്? ഈ സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ നിദ്രാരോഗം. ഈ രോഗം പരത്തുന്നത് സെസ്സെ എന്ന് പറയുന്ന ഈച്ചകളാണ് കേട്ടോ. സെസ്സെ എന്ന് അതിന് പറയുന്നത്. അപ്പോൾ ഈ ഭൂമധ്യരേഖ മഴക്കാടുകളില് മറ്റൊരു രോഗവ്യാപനം നടത്തുന്ന ഒരു ജീവി ഏതാന്ന് ചോദിച്ചാൽ കൊതുകാണ് കേട്ടോ. കൊതുക്. അപ്പൊ യെല്ലോ ഫീവറും ഈ ഒരു പ്രദേശത്ത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പൊ ആധുനിക നഗരങ്ങൾ ഒഴിച്ചാൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യം തീരെയില്ല. ഈ പ്രദേശത്തിന്റെ ഭൗതിക വികസനത്തിന് ഇവിടങ്ങളിലെ നിബിഡ വനങ്ങൾ തടസ്സമാകുന്നു. ഇടതൂർന്ന വനങ്ങൾക്കുള്ളിലൂടെയും ചതുപ്പ് നിലങ്ങൾക്ക് മുകളിലൂടെയും റോഡുകളും റെയിൽപാത നിർമ്മിക്കുക എന്നതുമൊക്കെ അല്ലെങ്കിൽ അവ പരിപാലിക്കുക എന്നതുമൊക്കെ ശ്രമകരവും ചെലവേറിയതുമാണ്. ഇത്തരം വനമേഖലകളിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയാലുടൻ ലാലങ് പോലുള്ള ഉയരമേറിയ പുല്ലുകളും നിബിഡമായ അടിക്കാടുകളും വളരുന്നു. ഇത് പലപ്പോഴും കൃഷിയെയും ബാധിക്കാറുണ്ട്. വന്യമൃഗങ്ങളും രോഗം പരത്തുന്ന പ്രാണികളും വിഷജന്തുക്കളും ഇത്തരം വനമേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ജീവന് ഏറെ വെല്ലുവിളി ഉയർത്താറുണ്ട്. ആമസോൺ തടത്തിലെ വിദൂര പ്രദേശങ്ങളിലും കോങ്കോ തടം, ബോർണിയോ എന്നിവിടങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും ഇന്നും ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും തന്നെയില്ല. നദികളാണ് പ്രകൃതിദത്ത ഹൈവേകൾ. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശങ്ങള് വൃക്ഷനിബിഡമാണെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ അവയെ ചൂഷണം ചെയ്യുക എന്നത് ദുഷ്കരമാണ്. മരങ്ങളുടെ അതിബാഹുല്യം, ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് തടികൾ നീക്കിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എന്നിവയെല്ലാം വാണിജ്യാടിസ്ഥാനത്തിലുള്ള മരംവെട്ടിന് തടസ്സം സൃഷ്ടിക്കുന്നു. തടികളുടെ ഭാരക്കൂടുതൽ മൂലം പലപ്പോഴും ഇവയെ നദികളിലൂടെ ഒഴുക്കിക്കൊണ്ടുപോകാനും സാധിക്കില്ല. മേച്ചിൽ സ്ഥലങ്ങളുടെ അഭാവം, പ്രാണികളുടെ ആക്രമണം എന്നിവ മൂലം ഭൂരിഭാഗം പ്രദേശങ്ങളിലും കന്നുകാലി വളർത്തൽ ഒരു പ്രധാന ഉപജീവന മാർഗമായി വളർന്നു വന്നിട്ടില്ല. കാലാവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിൽ ഭൂമധ്യരേഖാ മഴക്കാടുകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ലോകത്തിലെ ആകെ വനഭൂമിയുടെ ഏതാണ്ട് 1/3 വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് എവിടാ? നമ്മുടെ ഈ ആമസോൺ തടം, കോങ്കോ തടം, പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ 3 മേഖലകളിലായിട്ടാണ്. ലോക കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഭൂമധ്യരേഖാ മഴക്കാടുകൾ ഇന്ന് പല രീതിയിൽ വനനശീകരണ ഭീഷണി നേരിടുന്നു. നമ്മൾ കേട്ടതാണ് അല്ലെ, ആമസോൺ വനങ്ങളിലെ കാട്ടുതീയെ കുറിച്ച് നമ്മൾ കേട്ടായിരുന്നു. നിൽക്കാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. ഒരുപാട് നശിച്ചായിരുന്നു ആ ഇടയ്ക്ക്.
ആ സർ. അപ്പോൾ മനുഷ്യപ്രേരിതമായ വനനശീകരണമാണ് ഈ മേഖല നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. കൃഷി, നിർമ്മാണ പ്രവർത്തനം, അല്ലെ, നഗരവൽക്കരണം, ഖനനം എന്നിങ്ങനെ നിരവധി മനുഷ്യപ്രവർത്തനം ഈ മഴക്കാടിനെ നശിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിലും ഇതുപോലാണ്, അല്ലെ? ഫോറസ്റ്റ് ഏരിയ ഒക്കെ കയ്യേറി റിസോർട്ടൊക്കെ പണിത് അങ്ങനെ നശിപ്പിക്കും. അപ്പോൾ ഭൂമധ്യരേഖ മഴക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികൾ അപ്പോൾ എന്താണ്? ഈ മനുഷ്യ നിർമ്മിത പ്രവൃത്തികൾ തന്നെ, അല്ലെ? മനുഷ്യനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകൾ, പിന്നെ സസ്യജന്തു വൈവിധ്യം, മനുഷ്യജീവിതം എന്നിവയെക്കുറിച്ചെല്ലാം നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു മേഖലയിലെ ഭൂമിശാസ്ത്ര സവിശേഷതകളിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ ഒരു കുറിപ്പാണ് ആദ്യം തന്നെ. ലോകത്തിലെ ഏറ്റവും വടക്കുള്ള പട്ടണം കാണണമെന്നുള്ള ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. നോർവേയുടെ വടക്ക് ആർട്ടിക് കടലിൽ സ്ഥിതി ചെയ്യുന്ന സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിലെ ലോങ് ഇയർബൈൻ എന്ന പട്ടണത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. നോർവേയുടെ ഭാഗമാണ് വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്വാൽബാർഡ് എന്ന ഈ ദ്വീപ സമൂഹം. 1000-ലധികം ജനങ്ങൾ വസിക്കുന്ന ഈ ഖനന പട്ടണത്തെയാണ് ലോകത്തിലെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടുത്തെ സാഹചര്യങ്ങളും മനുഷ്യജീവിതവും ഏവരിലും അതിശയവും കൗതുകവും ജനിപ്പിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നുള്ള എന്നെപ്പോലൊരു വ്യക്തി എത്ര അത്ഭുതത്തോടെയാണ് ഈ പട്ടണത്തിലെ സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഞാനിവിടെ എത്തിയ ദിവസം ശക്തമായ ഹിമപാതമുണ്ടായിരുന്നു. എല്ലാ വർഷവും നവംബർ പകുതി മുതൽ ജനുവരി വരെ ഈ പട്ടണം പൂർണ്ണമായും ഇരുട്ടിലാകുന്നു. ധ്രുവരാത്രി എന്ന് വിളിക്കുന്ന ഈ കാലയളവിൽ ഇവിടെയുള്ളവർക്ക് അവരുടെ ജീവിത രീതി പുനഃക്രമീകരിക്കേണ്ടതായി വരുന്നു. രാവിലെ ജോലിക്കായി പുറത്തേക്ക് പോകുമ്പോൾ രോമക്കുപ്പായങ്ങൾക്ക് പുറമെ ഇരുട്ടിൽ തിരിച്ചറിയുന്നതിനായി റിഫ്ലക്ടർ ഘടിപ്പിച്ച വസ്ത്രങ്ങൾ കൂടി ധരിക്കാറുണ്ട്. ഇവിടെ നിന്നും നമുക്ക് കാണാനാവുന്ന ഒരു അത്ഭുതമാണ് ധ്രുവദീപ്തി. ബഹുവർണ്ണ നിറങ്ങളിലുള്ള ആകാശവും അതിന്റെ ചുവട്ടിൽ അതേ നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന മഞ്ഞുമലകളും ഒരുക്കിയ ദൃശ്യഭംഗി കണ്ട് ഞാനെല്ലാം മറന്നു നിന്നുപോയി. കളർഫുൾ സ്കൈ എന്ന് പറയുന്ന ഇവര് ആ ഒരു പച്ച വെട്ടം കണ്ടോ? അത് അറോറ ലൈറ്റ്സ് എന്ന് പറയും. ഇതാണെങ്കിൽ നമ്മുടെ പോൾ റീജിയനിൽ മാത്രമേ കാണത്തുള്ളൂ. കാരണം നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലേ, മാഗ്നറ്റിക് ഫീൽഡും പിന്നെ സോളാർ ഫ്ലെയറും കൂടെ ഇന്ററാക്ട് ചെയ്യുന്ന അത് അയോൺസിന്റെ ഇതാ ആ കാണുന്ന വെട്ടം. ആർട്ടിക് പര്യവേഷണത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കരുതപ്പെടുന്ന ലോങ് ഇയർബൈൻ എന്ന പട്ടണം സന്ദർശിച്ച ഒരു സഞ്ചാരിയുടെ അനുഭവക്കുറിപ്പാണ് നമ്മളിപ്പോ വായിച്ചത്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ നിന്നും വ്യത്യസ്തമായി എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവിടെ കാണുന്നത്? നമ്മൾ പറഞ്ഞല്ലേ, ആർട്ടിക് ലൈറ്റ്സ്, നോർത്തേൺ ലൈറ്റ്സ് ഉണ്ട്, ഹിമപാതം, മഞ്ഞ് വീഴ്ചയാ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തെ പ്രത്യേകത. അപ്പൊ ഏത് സോണാന്ന് കണ്ടോ? ഏതൊക്കെ രാജ്യങ്ങൾ വരുന്നുണ്ട്? കാനഡ അല്ലെ, വടക്കൻ കാനഡ വരുന്നുണ്ട്, ഗ്രീൻലാൻഡ് വരുന്നുണ്ട്, വടക്കൻ സ്കാൻഡിനേവിയ വരുന്നുണ്ട്, പിന്നെ സൈബീരിയ അല്ലെ, സൈബീരിയ വരുന്നുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ മഞ്ഞു മൂടിയ പ്രദേശങ്ങളാ. ഓക്കെ, അപ്പോ നമുക്കൊരു ടേബിൾ തന്നേക്കുക. ടണ്ട്ര മേഖലയുടെ സ്ഥാനം തിരിച്ചറിഞ്ഞില്ലേ? ഇനി ടണ്ട്ര മേഖല ഏതൊക്കെ വൻകരകളിലാണ് വ്യാപിച്ചിരിക്കുന്നതെന്ന് പറയാന്. സൈബീരിയ ഏത് ഭൂഖണ്ഡമാണ്? ഏഷ്യ അല്ലയോ? ഗ്രീൻലാൻഡോ വടക്കേ അമേരിക്കയാണ്. ഐസ്ലാൻഡ് യൂറോപ്പാണ്. സ്കാൻഡിനേവിയ എവിടാണ്? സ്കാൻഡിനേവിയ ഈ ചിത്രം ഒന്ന് നോക്കിയാൽ യൂറോപ്പാണ്, യൂറോപ്പ് അല്ലേ? പിന്നെ വടക്കൻ കാനഡ വടക്കേ അമേരിക്കയാണ്, അത് ഭൂഖണ്ഡമാണല്ലോ വടക്കേ അമേരിക്ക. പിന്നെ അലാസ്കയും എന്ത് തന്നെയാണ്? വടക്കേ അമേരിക്ക. അത് തന്നെ നോർത്തേൺ അമേരിക്കയാണ് ആ കോണ്ടിനെന്റ്. ഓക്കെ, അപ്പൊ ടൈഗ മേഖലയുടെ വടക്കായാണ് ടണ്ട്ര മേഖല സ്ഥിതി ചെയ്യുക. അത് പറഞ്ഞപ്പോഴാ ഇപ്പോ പുതിനും പിന്നെ ഡൊണാൾഡ് ട്രംപും കൂടെ മീറ്റിംഗ് വെച്ച സ്ഥലം ഏതാണ്? അലാസ്ക കേട്ടോ. ഇപ്പൊ ഒരു മീറ്റിംഗ് ചെയ്തായിരുന്നു അവര്.
ആ സർ. അപ്പോ ആ ഒരു ടണ്ട്ര സമയത്തല്ല. പറഞ്ഞോളൂ. ഇല്ല സർ, അത് ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞ് വായിച്ചിരുന്നു. ഓക്കെ. അതെ, ഓക്കെ. അപ്പോ മറ്റേ വെടിനിർത്തൽ കരാറ്, യുക്രൈനുമായിട്ട് യുദ്ധമാണല്ലോ റഷ്യ. അപ്പൊ അതിനെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മുടെ ടാരിഫ്, ഇന്ത്യക്ക് ഒത്തിരി ടാരിഫ് ഇങ്ങനെ ചെയ്തായിരുന്നു ഈ ഡൊണാൾഡ് ട്രംപ്. 50%. 50%. അപ്പൊ അതിന്റെയൊക്കെ ചർച്ചകൾ ചെയ്തായിരുന്നു അവിടെ. അതാ. ഓക്കെ. അപ്പൊ ടുണ്ട്ര മേഖലയെ ആർട്ടിക് ടുണ്ട്ര, ആൽപൈൻ ടുണ്ട്ര എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അപ്പൊ ആർട്ടിക് ടുണ്ട്രയിൽ വരുന്ന സ്ഥലങ്ങളാണ് ഏത്? അലാസ്ക, കാനഡ, സൈബീരിയ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിൽ ടൈഗ മേഖലയുടെ വടക്ക്. പിന്നെ ആൽപൈൻ ടണ്ട്രയിൽ പെടുന്നതാണ് ഏത്? ഉയരമേറിയ പർവ്വത പ്രദേശങ്ങൾ. അപ്പോൾ ടണ്ട്ര കാലാവസ്ഥാ മേഖലയെ ആർട്ടിക് അഥവാ ധ്രുവീയ കാലാവസ്ഥാ മേഖല എന്നും വിളിക്കാറുണ്ട്. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും അനുഭവപ്പെടുന്ന ഈ മേഖലയുടെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ വാർഷിക ശരാശരി താപനില ടണ്ട്ര കാലാവസ്ഥയുടെ സവിശേഷതയാണ്. ശൈത്യകാലത്തിന്റെ മധ്യത്തില് താപനില -30°C വരെ താഴാറുണ്ട്. ഈ കാലയളവിൽ ടുണ്ട്ര മേഖലയുടെ ഉൾഭാഗങ്ങളിൽ താപനില ഇതിലും താഴാറുണ്ട്. ഹ്രസ്വമായ വേനൽക്കാലമാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. ഈ കാലയളവിലെ ഏതാനും ചില ആഴ്ചകളിലാണ് താപനില 0°C മുകളിലെത്തുന്നത്. അതൊക്കെ അതിന്റെ കൂടിയ താപനിലയാ ആ സ്ഥലത്തെ. അപ്പൊ ആർട്ടിക് വൃത്തം മുതൽ ധ്രുവം വരെയുള്ള പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ അസ്തമിക്കാറില്ല. അതുപോലെ ഈ പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ ഉദിക്കാറുമില്ല. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലോങ് ഇയർബൈൻ സന്ദർശിച്ച സഞ്ചാരി തന്റെ യാത്രാക്കുറിപ്പിൽ പറഞ്ഞ ധ്രുവരാത്രിയെ പറ്റി നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ ലൈറ്റ്സ് ഒക്കെ കണ്ട കാര്യമാണ്. അപ്പൊ ആർട്ടിക് വൃത്തത്തിന് വടക്കുള്ള പ്രദേശങ്ങളിൽ ദീർഘമായ രാത്രികളും പകലുകളും അനുഭവപ്പെടുന്നതിന്റെ കാരണം എന്തെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ. എന്താണ്? സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് പോവുക ചെയ്യുന്നത്, ഇല്ലയോ? നേരെ അവിടെ അബ്സോർബ് ചെയ്യാൻ മാത്രം അവിടെ കിട്ടുന്നില്ല. അപ്പൊ അതാണ് മെയിൻ. അപ്പൊ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധ ഗോളത്തിലായിരിക്കുന്ന ഏതാണ്ട് 6 മാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ പകലായിരിക്കും. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധ ഗോളത്തിലായിരിക്കുന്ന 6 മാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ പകൽ വെളിച്ചം കാണാനാകില്ല എന്നതാണ് ഈ മേഖലയുടെ സവിശേഷത. പിന്നെ ശൈത്യകാലത്ത് വർഷണം നടക്കുന്നത് മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ്. ചക്രവാതങ്ങൾ ശക്തമായ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കാറുണ്ട്. ഈ മേഖലയിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകളാണ് ബ്ലിസാർഡ്. കേട്ടോ, ഹിമക്കാറ്റുകളാണ്. അപ്പൊ ഇവ പലപ്പോഴും ശക്തിയായ ഹിമപാതത്തിന് കാരണമാകാറുണ്ട്. മഞ്ഞ് വീണ് കിടക്കുന്ന ഭയങ്കര മഞ്ഞുകട്ടകള്. ഇതൊരു വീടാണ്. വീടിന്റെ മുകൾ ഭാഗം മൊത്തം മഞ്ഞ് കവർ ചെയ്ത് ഇരിക്കുക. അപ്പൊ ടുണ്ട്ര മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പരിശോധിച്ചായിരുന്നു. ഏതൊരു പ്രദേശത്തിന്റെയും സസ്യ ജന്തു വൈവിധ്യം ആ പ്രദേശത്തിന്റെ കാലാവസ്ഥാ സവിശേഷതകളെ ആശ്രയിച്ചായിരിക്കുമെന്ന് നമുക്കറിയാം. വളരെ കുറഞ്ഞ അളവിൽ ലഭിക്കുന്ന സൂര്യപ്രകാശവും അതിശൈത്യവും മൂലം ഈ മേഖലയിൽ സസ്യജാലങ്ങൾ പൊതുവെ വിരളമാണ്. ജന്തുവൈവിധ്യവും തീരെ കുറവാണ്. ടുണ്ട്ര മേഖലയിലെ നൈസർഗിക സസ്യജന്തുജാലങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്കിനി ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികൾ മൂലം ടുണ്ട്ര മേഖലയിൽ സാധാരണഗതിയിൽ വൃക്ഷങ്ങളൊന്നും തന്നെയില്ല. പായല്, ലൈക്കൻസ്, മ്യൂച്വലിസം രണ്ടിനും ഗുണമുള്ളയാ. അപ്പൊ ലൈക്കൻസ് എന്ന് പറയുമ്പോൾ ഈ ഫംഗസും ആൽഗയുടെയും കൂടെ ഒരിതാണ് കേട്ടോ. അപ്പം ഫംഗസ് നമ്മുടെ ഈ ആൽഗയ്ക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കുന്നു. അതേസമയം ആൽഗയ്ക്ക് ഒരു കഴിവുണ്ട്, സൂര്യപ്രകാശം എടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ആ ഫുഡ് ഈ ഫംഗസിനും കൊടുക്കും. അതാണ്. അപ്പൊ സഹജീവന രീതിയാണ് കേട്ടോ, സഹജീവന രീതി. ഓക്കെ. അപ്പോ ഈ ലൈക്കൻസ് ഉണ്ട്, പിന്നെന്താണ് സെഡ്ജുകള്, പിന്നെ കുറ്റിച്ചെടികള്, അതൊക്കെയാണ് ഇവിടുത്തെ സസ്യവർഗ്ഗങ്ങൾ. പിന്നെ വില്ലോസ്, ബെർച്ചസ് എന്നീ സസ്യങ്ങളും ഇവിടെ കാണാം. അപ്പൊ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചിലയിനം കട്ടിയുള്ള പുല്ലുകൾ വളരുന്നു.
അപ്പോൾ ഇത്തരം മേച്ചിലിടങ്ങളെ ആശ്രയിച്ചാണ് റെയിൻഡിയർ കേട്ടോ, റെയിൻഡിയർ പോലുള്ള സസ്യഭോജികൾ ഇവിടെ അതിജീവനം സാധ്യമാക്കുന്നതാണ്. അപ്പോൾ വർഷം മുഴുവൻ മഞ്ഞുകൂടി കിടക്കുന്ന ടുൻഡ്ര മേഖലയിലെ വേനൽക്കാലം വളരെ ഹ്രസ്വമാണെങ്കിലും വേനലിന്റെ വരവോടുകൂടി ഈ മേഖല കൂടുതൽ സജീവമാകുന്നു. വേനലിൽ മഞ്ഞുരുകുമ്പോൾ കുറ്റിച്ചെടി കായ്ക്കാനും പുഷ്പിക്കാനും തുടങ്ങുന്നു. വേനൽക്കാലത്ത് ഇവിടെ ഉണ്ടാകുന്ന പ്രാണികളെ ഭക്ഷിക്കാൻ തെക്ക് നിന്നും പക്ഷികൾ ടുൻഡ്ര മേഖലയിലേക്ക് ദേശാടനം ചെയ്യാറുണ്ട്. ആർട്ടിക് ഫോക്സ്, ആർട്ടിക് കുറുക്കൻ, ചെന്നായ, ധ്രുവക്കരടി, കസ്തൂരിക്കാള, ആർട്ടിക് മുയൽ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന മറ്റ് ജീവിവർഗങ്ങൾ. ഓക്കെ, അപ്പോ ടുൻഡ്രയിലെ ജനജീവിതമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പൊതുവെ ജനവാസം കുറഞ്ഞ മേഖലയാണ് ടുൻഡ്ര. ഇവിടുത്തെ മനുഷ്യജീവിതം മുഖ്യമായും തീരപ്രദേശങ്ങളിൽ മാത്രമായിട്ട് പരിമിതപ്പെട്ടിരിക്കുന്നു. പീഠഭൂമികളും പർവ്വതങ്ങളും എല്ലാം തന്നെ സ്ഥിരം മഞ്ഞുമൂടി കിടക്കുകയായതുകൊണ്ട് തന്നെ വാസയോഗ്യമല്ല. എന്നാലും ചില നാടോടി ഗോത്രവർഗ്ഗങ്ങൾ ഈ മേഖലയിലെ പ്രധാന വിഭാഗങ്ങളായിട്ട് അവർ ജീവിക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഗ്രീൻലാൻഡ്, വടക്കൻ കാനഡ, അലാസ്ക ഈ ഭാഗത്തൊക്കെ കാണുന്നവരാണ് എസ്കിമോസ് അല്ലെങ്കിൽ ഇന്യൂട്ട് എന്ന് പറയും, എസ്കിമോ, ഇന്യൂട്ട്. പിന്നെ വടക്കൻ ഫിൻലാൻഡ്, ലാപ്സ്, പിന്നെ സൈബീരിയയിൽ കാണപ്പെടുന്നവര് സമോയഡ്സ്, പിന്നെ ലെനാതടം, യാക്കൂട്സ്, പിന്നെ വടക്ക് കിഴക്കൻ ഏഷ്യയില് കോറിയാക്സ്, ചുക്ചി. അപ്പൊ ഇവരൊക്കെ അവിടെ താമസിക്കുന്ന ഗോത്രവർഗ്ഗങ്ങളാണ് ഈ തണുപ്പ് പ്രദേശത്ത്. അപ്പോൾ വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ടുൻഡ്രയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. തിമിംഗലം, സീല്, കാരിബു, വിവിധതരം മത്സ്യം, പക്ഷികള്, രോമമുള്ള മൃഗങ്ങൾ എന്നിവ അവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ആവശ്യമായതെല്ലാം നൽകുന്നു. ഇവയുടെ എല്ലുകളും മറ്റും ആയുധങ്ങളായും ഉപകരണങ്ങളായും പാത്രങ്ങളായും വരെ ഈ കൂട്ടരെ പ്രയോജനപ്പെടുത്താറുണ്ട്. ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല. അപ്പം ഗ്രീൻലാൻഡിലെ പോളാർ എസ്കിമോസ് തങ്ങളുടെ പൂർവികരുടേതിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലാത്ത ഒരു പ്രാകൃത ജീവിത രീതിയാണ് നയിക്കുന്നത്. ശൈത്യകാലത്ത് അവർക്ക് റിസോഴ്സസ് അല്ലേ, അപ്പൊ അവർക്ക് ഒന്നും വേസ്റ്റ് ആക്കാൻ പറ്റില്ല. എന്തോ അവർക്ക് റിസോഴ്സസ് അതെ ലിമിറ്റഡ് അല്ലേ, അതെ അപ്പൊ അതെ അതെ അതുകൊണ്ടാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അവർ ചെയ്യുന്നത്. അപ്പോ ഗ്രീൻലാൻഡിലെ പോളാർ എസ്കിമോസ് തങ്ങളുടെ പൂർവികരുടേതിൽ നിന്നും വ്യത്യസ്തമല്ലാത്ത പ്രാകൃത ജീവിത രീതി തന്നെയാണ് നയിക്കുന്നത്. ശൈത്യകാലത്ത്, മഞ്ഞ് കാലത്ത് അല്ലെ, തണുപ്പ് കാലത്ത് ഇഗ്ലു നമ്മൾ എപ്പോഴും കാണുന്നയാ, മഞ്ഞുകട്ട കൊണ്ട് കെട്ടിയ ആ ഹെമിസ്ഫിയർ ഷേപ്പിലുള്ള വീട്. അപ്പൊ ഇഗ്ലു എന്ന് വിളിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ഇവർ വേനൽക്കാലമാകുന്നതോടെ വേട്ടയ്ക്കായും മത്സ്യബന്ധനത്തിനായും മറ്റിടങ്ങളിലേക്ക് കുടിയേറും. അരുവികളുടെ തീരങ്ങളിലെ, സ്ട്രീംസിന്റെ ഒക്കെ തീരങ്ങളിലെ മൃഗങ്ങളുടെ തോലുകൊണ്ടുണ്ടാക്കിയ ടെന്റുകളിലാണ് ആ സമയത്ത് ഇവര് താമസിക്കുന്നത്. അപ്പൊ ഹിമക്കരടികളെ പോലും ഇവര് വേട്ടയാടി ഭക്ഷിക്കുന്നവരുണ്ടെന്നാ പറയുന്ന ഈ എസ്കിമോകള്. അപ്പൊ കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ യൂറോപ്യന്മാരുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ എസ്കിമോയുടെ ജീവിത രീതിയിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തീരദേശ ഗ്രാമങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടുകളിലാണ് എസ്കിമോകൾ താമസിക്കുന്നത്. കയാക്കുകൾ എന്ന് വിളിക്കുന്ന തുഴവഞ്ചികൾക്ക് പകരം, കയാക്കിങ് അറിയാമല്ലോ, നമ്മൾ കാലിങ്ങനെ നീട്ടി വെച്ച് ഒരു നീളം, ഒരാൾക്ക് കഷ്ടിച്ചിരിക്കുന്നു. അതെ 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 ആ കയാക്ക് എന്ന് പറയുന്ന തുഴവഞ്ചികൾക്ക് പകരം മത്സ്യബന്ധനത്തിനായി ഇന്ന്, അപ്പൊ നേരത്തെ അതായിരുന്നു ഉപയോഗിക്കുന്നത്, ഇപ്പോ സ്പീഡ് ബോട്ട് ഉപയോഗിക്കുന്നു. ഏത് ടെക്നോളജിയുമായിട്ടൊക്കെ അവർക്ക് ബന്ധം വന്നു. ഇപ്പൊ നമ്മുടെ ആഫ്രിക്കയിലുള്ള ട്രൈബിന് അത്രയും ആയിട്ടില്ല. അപ്പോ അവര് വേണ്ട വാണിജ്യാടിസ്ഥാനത്തില് രോമമുള്ള മൃഗങ്ങളെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർക്ക് വേണമെങ്കിൽ അതിന്റെ തോലെടുത്ത് വിൽക്കാമല്ലോ. അപ്പൊ ഓക്കെ, അപ്പോ കാനഡയിലെയും അലാസ്കയിലെയും ടുൻഡ്ര മേഖലയിലെ പലയിടങ്ങളിലും എസ്കിമോകളുടെ കുട്ടികളെ ആധുനിക ജീവിത രീതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നതിനായി സ്കൂളുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് തന്നെ ആയിരിക്കാം. അപ്പോൾ യുറേഷ്യൻ ടുൻഡ്രയിലെ മിക്ക ഗോത്രവർഗവും മേച്ചിൽപ്പുറം തേടി റെയിൻഡിയർ കൂട്ടങ്ങളുമായി നാടോടി ഇടയ ജീവിതം നയിക്കുന്നവരാണ്. സൈബീരിയൻ ടുൻഡ്രയിൽ രോമത്തിനായി റെയിൻഡിയർ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നതിനായി ധാരാളം വിശാലമായ ഫാമുകളും കാണാം. ടുൻഡ്ര മേഖലയിലെ ധാതു ഖനനം നിരവധി പുതിയ വാസയിടം രൂപപ്പെടുന്നതിന് കാരണമാണ്. അപ്പോൾ ടുൻഡ്ര മേഖലയിലെ തെക്ക് ഭാഗത്ത് അനുകൂല കാലാവസ്ഥാ സാഹചര്യം നിലനിൽക്കുന്ന ചിലയിടങ്ങളിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ പാകമാകുന്ന ധാന്യങ്ങളും കൃഷി ചെയ്യാറുണ്ട്. ടുൻഡ്ര റീജിയനിലെ ആധുനിക കൃഷി ഇതേ പച്ചക്കറി ഒക്കെയാണ്. അപ്പൊ അവര് ചെയ്യുന്നുണ്ട്. ഇപ്പം
ഒരു നമ്മുടെ ഗ്രീൻ ഹൗസ് പോലെ കേട്ടോ. ചൂട് അകത്ത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാ ഈ പോളിത്തീൻ ഷീറ്റ് വെച്ച് കവർ ചെയ്തേക്കുന്നത്. ആ ആ നമ്മളത് പഠിച്ചായിരുന്നു 8ാം ക്ലാസ്സിന്റെ ചാപ്റ്റർ. അപ്പൊ ഞാനുണ്ടായിരുന്നു. അതാ. അപ്പൊ ഈ പോളിത്തീൻ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുള്ള കൃഷി രീതി എന്ന് പറയുമ്പോൾ സൂര്യത്തെ പ്രകാശം ട്രാപ്പ് ചെയ്യും. ചൂട് ട്രാപ്പ് ചെയ്ത് വെളിയിലോട്ട് എസ്കേപ്പ് ആവാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ചെടികള് നമുക്ക് ഇവർക്കെന്ന് പറയുമ്പോൾ മഞ്ഞും വീഴത്തില്ല. പിന്നെന്താ, കിട്ടുന്ന ആ ചൂടിൽ തന്നെ അതിനെ വളർത്താൻ പറ്റും. നല്ലതായിട്ട് വളർത്തി വിളകൾ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ വേണ്ടേ നമ്മുടെ ഇഗ്ലുവിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടുണ്ട്ര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എസ്കിമോകൾ മഞ്ഞുകട്ട വെട്ടിയെടുത്ത് അടിത്തട്ട് വൃത്താകൃതിയിലും മുകൾ ഭാഗം മകുടത്തിന്റെ ആകൃതിയിലും നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക വാസയിടങ്ങൾ. ഇതിനകത്ത് നല്ല ചൂടാന്നാ പറയുന്നത്, ഇഗ്ലു. അപ്പൊ ഡോഗ് സ്ലെഡ്ജ് അതെന്താണ്? ഒന്നുമില്ല. നമ്മുടെ ഇവിടൊക്കെ ഇപ്പം വളർത്തുന്ന നായവർഗമുണ്ട്, സൈബീരിയൻ ഹസ്കി ഒക്കെ. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊടുന്നണുപ്പി ജീവിക്കുന്ന പട്ടികളാ. അതിനെയൊക്കെ നമ്മുടെ കാലാവസ്ഥയെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന് ഈ കാലാവസ്ഥയിൽ അതിന് പറ്റത്തില്ല ശരിക്കും. ഭയങ്കര ചൂടാ നമുക്ക്. ഇതെന്ന് പറഞ്ഞാല് കൊടും തണുപ്പി ജീവിക്കുന്നതല്ലേ. അപ്പൊ ഗതാഗതത്തിനായിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള പട്ടികളെ വളർത്തി അതിനെ കൊണ്ട് തെന്നി നീങ്ങുന്ന ഒരു വണ്ടി കെട്ടി വലിപ്പിക്കും. അതാണ് ഡോഗ് സ്ലെഡ്ജ്. ഇപ്പൊ ടുണ്ട്ര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് ഈ ഡോഗ് സ്ലെഡ്ജ്. നായ്ക്കൾ വലിച്ചുകൊണ്ട് പോകുന്ന ഇവയെ സ്ലെഡ്ജുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ. ഇപ്പൊ ടുണ്ട്രയും കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിരുന്നു, കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ആഗോളതാപനത്തിന്റെ ഫലമായി ടുണ്ട്ര മേഖലയിലെ ഐസ്പാളികള്, പെർമാഫ്രോസ്റ്റ് കേട്ടോ, ഗണ്യമായ തോതിൽ ഉരുകുന്നു. ഇത് ഇവിടുത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും പാരിസ്ഥിതിക സന്തുലനത്തെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നു.